വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രതീക്ഷ ഒരിക്കലും വൃദ്ധമാകില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 22-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു, അവർ നിങ്കിൽ ആശ്രയിച്ച് ലജ്ജിച്ചു പോയതുമില്ല. ദാവീദ് രാജാവ് തന്റെ പൂർവികരുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും ദൈവത്തിലുള്ള അവരുടെ പ്രതീക്ഷകളൊന്നും ഒരിക്കലും പരാജയപ്പെട്ടില്ലെന്ന് കാണുകയും ചെയ്തു. കർത്താവിൽ ആശ്രയിച്ച എല്ലാവരും വിടുവിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അതെ, കർത്താവിൽ നമ്മുടെ ആശ്രയം ഒരിക്കലും വൃദ്ധമാകില്ല. വിശ്വാസിയായ ഇയ്യോബ് ദൈവത്തിൽ തന്റെ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. അചഞ്ചലമായ വിശ്വാസത്തോടെ അദ്ദേഹം പ്രഖ്യാപിച്ചു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. ഇയ്യോബ് 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അവന്റെ ശരീരം ചൊറിയിനാലും വ്രണങ്ങളാലും കഷ്ടപ്പെട്ടപ്പോൾ ഭാര്യ അവനെ പരിഹസിച്ചു, സുഹൃത്തുക്കൾ അവനെ പരിഹസിച്ചു. ഇയ്യോബിന്റെ വിശ്വാസം കർത്താവിൽ ഉറച്ചു നിന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഈ വാക്കുകൾ സത്യമായി. ഇയ്യോബിന്റെ അവസാന നാളുകൾ അവന്റെ തുടക്കത്തേക്കാൾ വളരെ അനുഗ്രഹീതമായിരുന്നു. അബ്രഹാമിന്റെ പ്രത്യാശ പരാജയപ്പെട്ടോ? തീർച്ചയായുമില്ല. ദൈവം വാഗ്ദത്ത അവകാശിയെ തനിക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ 25 വർഷം ക്ഷമയോടെ കാത്തിരുന്നു. അവന്റെ ശരീരം മരിച്ചതുപോലെ ആയിരുന്നപ്പോഴും സാറയുടെ ഗർഭപാത്രം മന്യമായിരുന്നപ്പോഴും അവന്റെ വിശ്വാസം പതറിയില്ല. അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അവിശ്വാസത്താൽ സംശയിച്ചില്ല, മറിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം നൽകി അവൻ വാഗ്ദാനം ചെയ്തത് നിറവേറ്റാനും അവന് കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. ഇത് റോമർ 4-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. അവന്റെ വിശ്വാസത്തിന് പ്രതിഫലം ലഭിച്ചു. ചിരി എന്നർത്ഥമുള്ള ഇസ്ഹാക്ക് ജനിച്ചു. ഇസ്ഹാക്കിലൂടെ മുഴുവൻ ഇസ്രായേൽ ജനതയും പുറത്തു വന്നു. യോസഫിന്റെ ജീവിതവും പരിഗണിക്കുക. അവനൊരു അചഞ്ചലമായ പ്രത്യാശയുണ്ടായിരുന്നു. ദൈവം ഒരു ദിവസം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് വരുമെന്നായിരുന്നു അത്. ആ വിശ്വാസത്തിൽ അവൻ തന്റെ അസ്ഥികൾ കാനാനിലേക്ക് കൊണ്ടുപോകാൻ സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഇത് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ നമുക്ക് കാണാം. ആ പ്രതീക്ഷ പരാജയപ്പെട്ടില്ല. 400-ലധികം വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ മിസ്രൈം വിട്ടപ്പോൾ അവർ യോസഫിന്റെ അസ്ഥികൾ മരുഭൂമിയിലൂടെ കൊണ്ടുപോയി കാനാനിൽ അടക്കം ചെയ്തു. അവന്റെ പ്രത്യാശ നിലനിന്നു. ചന്ദ്രേക് മേശേക് അബേദ്നെഗോയുടെ തീച്ചൂളയിലെ വിശ്വാസം വെറുതെ ആയിപ്പോയോ? ഇല്ല. അന്ധനായ ബർത്തിലോമായി യേശുവിനോട് വീണ്ടും വീണ്ടും നിലവിളിച്ചപ്പോൾ അവന്റെ പ്രതീക്ഷ പാഴായിപ്പോയോ? ഇല്ല. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ പ്രത്യാശയും ഒരിക്കലും വെറുതെ ആകില്ല. ഇയ്യോബിനോടും അബ്രഹാമിനോടും യോസഫിനോടും മറ്റ് എണ്ണമറ്റവരോടും വിശ്വസ്തനായിരുന്ന ദൈവം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 26-ാം അധ്യായം 1-ാം വാക്യം. യഹോവ എനിക്ക് ന്യായപാലിച്ചു തരണമേ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ വഴുതിപ്പോകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 37, 38, 39 അധ്യായങ്ങൾ. വൈകുന്നേരം എബ്രായർ 3-ാം അധ്യായം. ആമേൻ.